തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പര്യടനത്തിന് വൻ ജനസ്വീകാര്യത. രാവിലെ അവിണിശ്ശേരി സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പര്യടനം ചേർപ്പ് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലായിട്ട് പുരോഗമിക്കുകയാണ്. ദീപനഗർ, പാറളം കോളനികളും വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും അദ്ദേഹം നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മനോജ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. മനോജ്, സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു തൃശൂർ എന്ന് തന്നെ പറയാം. തീർച്ചയായും രജനി, ഇന്ന് ഈ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചപ്പോൾ തന്നെ വൻ ജനസ്വീകാര്യത തന്നെയാണ് ഈ ഒരു പര്യടനത്തിന് ലഭിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ തൃശ്ശൂരിൽ വിവിധയിടങ്ങളിലായി അദ്ദേഹം നേരത്തെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു, നിരവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും ജനങ്ങളെ കാണുവാൻ വേണ്ടി അദ്ദേഹം എത്തുമ്പോൾ വളരെയധികം ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. കാരണം അവിണിശ്ശേരി പഞ്ചായത്തിനെ അദ്ദേഹം ദത്തെടുത്തുകൊണ്ടാണ് അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതൊക്കെ തന്നെ അവിടെയുള്ള ജനങ്ങളും വ്യക്തമാക്കിയതാണ്. ആ ഒരു സ്ഥാനാർത്ഥി പര്യടനം ഇപ്രാവശ്യം മത്സരം നടക്കുന്ന സമയം സുരേഷ് ഗോപി തന്നെയാണ് വിജയിക്കുക എന്നുള്ള ആത്മവിശ്വാസമാണ് ഇവിടെയുള്ള BJP പ്രവർത്തകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുമുള്ളത്. കാരണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് വികസനത്തിൻ്റെ ആ ഒരു ചിത്രമാണ്. ആ വികസനം എങ്ങനെ തൃശ്ശൂരിൽ നടപ്പിലാക്കണമെന്നതും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും അതായത് മറ്റ് ഇരുമുന്നണികളും ചെയ്യുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വർഗീയതയുടെ ഒരു ചിത്രമാണ് ഇരു മുന്നണികളിലും തെളിയുന്നത്. കാരണം ഈ കിരീടത്തിൻ്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു ചിന്തയോടുകൂടിയാണ് അവർ അതിനെ ആ ഒരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ സുരേഷ് ഗോപിയുണ്ട്. കാരണം ഈ രാവിലെ ആരംഭിച്ചിട്ടുള്ള പര്യടനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേർപ്പ് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി ഈ അവിണിശ്ശേരിയിലുള്ള സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് സന്ദർശനം നടത്തിയത്. അതിനുശേഷം ഈ പാറളം, ശാസ്താംകടവ് കോളനികളിലും അദ്ദേഹം സന്ദർശനം നടത്തി. അവിടെ ഖാദിയിലും അതുപോലെ തന്നെ മറ്റ് ബാഗ് കമ്പനികളിലും അദ്ദേഹം അവിടെയുള്ള ജീവനക്കാരെ എല്ലാം കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് BJPക്ക് വോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനിക്ക് വോട്ട് തരേണ്ടത് വികസനത്തിന് വേണ്ടിയിട്ടാണ്, ഈ കേരളത്തിൻ്റെ മുഴുവനായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടാണ് BJP സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഇവിടെ നിന്നും MP ആയി ജയിച്ചു പോയിട്ടുള്ള, നേരത്തെ ജയിച്ചു പോയ ഇരുമുന്നണിയിലുള്ള ആൾക്കാരും അവിടെ എത്തിയതിനു ശേഷം ജനങ്ങൾക്കായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളും വ്യക്തമാക്കുന്നത്. അത് ആവർത്തിക്കാൻ പാടില്ല. കൃത്യമായും തൃശ്ശൂരിനൊരു വികസനം വേണം. കൊച്ചി മെട്രോയുടെ അടക്കം കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ വികസനങ്ങൾ തൃശ്ശൂരിലും ഉണ്ടാകണം. തൃശ്ശൂരിൻ്റെ നല്ലൊരു നാളേക്കായി BJPക്ക് വോട്ട് ചെയ്യണം, NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളോട് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർക്ക് ഈ സാധാരണക്കാരായ ജനങ്ങൾ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ INTUC യൂണിയനിലുള്ള തൊഴിലാളികൾ പോലും സുരേഷ് ഗോപി എത്തുന്ന സ്ഥലത്തേക്ക് എത്തുന്നു, അദ്ദേഹത്തോടൊപ്പം ചിത്രമെടുക്കുന്നു, അദ്ദേഹത്തിന് വോട്ട് നൽകുമെന്ന് പറയുന്നു. കാരണം മറ്റ് കക്ഷികളിലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് വരെ ഈ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വത്തെ വലിയ ആ വ്യക്തിത്വം നൽകുന്ന ഒരു ആവേശം അല്ലെങ്കിൽ അതിലൂടെ നടപ്പിലാകുന്ന വികസനം അത് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും തങ്ങൾ ഏത് രാഷ്ട്രീയമാണെന്ന് പോലും നോക്കാതെ സുരേഷ് ഗോപിക്ക് വേണ്ടി അവരും എത്തുന്നത്. എന്തായാലും ഈ പര്യടനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ മറ്റ് മുന്നണികൾ വിവിധയിടങ്ങളിലായി പര്യടനം നടത്തുമ്പോഴും ഇത്രയധികം ജനപിന്തുണ അതിന് ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളിലും ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ ചർച്ചയായ കാര്യങ്ങൾ തന്നെയാണ്. അതിനുശേഷം സുരേഷ് ഗോപി ഇത്തരത്തിൽ പര്യടനം നടത്തുമ്പോൾ കൃത്യമായും അതിന് ജനപിന്തുണയുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു ജനസ്വീകാര്യത ഉണ്ടാകുന്നു. എന്തായാലും ഈ ഒരു നിമിഷം അദ്ദേഹം ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ ശേഷമാകും അടുത്ത പര്യടനം തുടങ്ങുക. എന്തായാലും ഇന്ന് മുഴുവനായും ചേർപ്പ് മണ്ഡലത്തിൽ തന്നെയാണ് ഈ പര്യടനം നടക്കുക. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പര്യടനം പുരോഗമിക്കുകയാണ്. വൻ സ്വീകാര്യത തന്നെയാണ് എല്ലായിടത്തും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.